ഞാൻ അസിയെ രാവിലെ എണീച്ച് നമ്മളെ പാണാർത്ത് മുരളിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ ചായ കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 11:30 മണിയായപ്പോൾ നമ്മളെ കണാരകണ്ടി മുരളിയേട്ടുണ്ടല്ലോ ഓലെ വീട്ടിൽ നിന്നൊരു സദ്യ കഴിച്ച്, പിന്നെ നമ്മളെ മൊടാർമ്പത്ത് പോയി അവിടുന്ന് ഒരു സദ്യ കഴിച്ച് വയറുതാ നല്ല ദമ്മായി കിടക്കുക. ഇനി ഒന്ന് നടന്നൊന്ന് കറങ്ങിയിട്ട് വേണം നമ്മളെ രവിയേട്ടല്ലേ രവിയേട്ടൻ്റെ വീട്ടിലൊന്ന് പോകാണ്ട്, അതേമാതിരി തന്നെ ദയാണ്ടിയറിൻ്റെ വീട്ടിലൊന്ന് പോകാണ്ട്, പിന്നെ ആരെയും വിളിച്ച് പിന്നെ വിളിയൊന്നുമില്ലല്ലോ, നമ്മളങ്ങോട്ട് പോകുന്നില്ല ഇല്ലേ ചെയ്യുക. പിന്നെ നമ്മളെ ബാലേച്ചിനാടെയും പോകണം, ഗീതേച്ചിൻ്റെ വീട്ടിലൊന്ന് പോകണം. അപ്പം വയറൊക്കെ ഒന്ന് സെറ്റാക്കണ്ടേ. ഞാനിപ്പോ സത്യം പറയാണ് ഒന്ന് അഖിലിന്റെ വീട്ടിൽ പോയി, പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭവിത്തിന്റെ വീട്ടിൽ പോയി, പിന്നെ പറഞ്ഞിട്ട് മധുവിന്റെ വീട്ടിൽ ഞാൻ പോയി. ഇനിയിപ്പോ പോകാനുള്ള പേടാറിക്ക് ഒന്ന് യദുവിന്റെ അവിടെ പോകണം, ഒന്ന് പ്രജിന്റെ അവിടെ പോകാണ്ട്, ഒന്ന് രജിത്തിന്റെ അവിടെയും ഒന്ന് ദയിച്ചിട്ട് വേണം എനിക്ക്. അതിന്റെ ഇടയ്ക്ക് ഒരു കട്ടന്റെ ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോളി, വൈകുന്നേരം കാണണേ. ഓക്കെ. അല്ല സിയെ, ഓണായിട്ട് ഇപ്പൊ എന്താണ് എവിടെയും പോകുന്നില്ലേ? എവിടെ പോകാനാണ് ഇവിടെ ആരും ഇല്ലല്ലോ. ഇല്ല, നിങ്ങളല്ലേ ഏതോ ഭവിത്ത് ഇവരൊക്കെ വീട്ടിൽ പോലുണ്ടായിരുന്നല്ലോ. ഭവിത്ത് വീട്ടിൽ പോയില്ല, ഭവിത്ത് ഇപ്പൊ കാനഡയിലല്ലേ, അവൻ അവിടെ. ഭവിത്തോ? ആ ഭവിത്ത് ഇവിടെ അല്ലല്ലോ. പിന്നെ ഏതോ അഖിലോ ദുഡോ ഇവരൊക്കെ ഉണ്ടല്ലോ. അഖില് മറ്റേ ഇവിടെ അല്ലേ, സൗദി അറേബ്യയില, ഓ ഫാമിലി ആയിട്ട് ഇവിടെ ആരും ഇല്ലടാ, ഒക്കെ പുറത്താണല്ലോ. ഓരോ നമ്മളായിരുന്നു, ഓരൊക്കെ ഫാമിലി ആയിട്ട് പുറത്താ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ആരും ഇല്ലാണ്ടായി, എവിടെയും പോവാനും പറ്റാണ്ടായി. ചുരുക്കി പറഞ്ഞപ്പോ ഇവിടെ ആരുമില്ല, ഒക്കെ പോയി, ഒക്കെ പുറത്തല്ലേ. അല്ലടാ, എന്തേ ഈ ഇടയിൽ പോയില്ല? ഞാൻ പോകുന്ന കുറച്ച് വീടൊക്കെ ഉണ്ടായിരുന്നു, ഓലൊക്കെ കൂടും തരുമ്പോഴത്തോലൊക്കെ പോയി, ഒറ്റ ഒന്നും വിടത്തില്ല, എവിടെയും പോകാൻ കഴിയാത്ത അവസ്ഥയില്ലേ. എല്ലാരും നിങ്ങളെ ഒരു വീടടക്കം ഇവിടുന്ന് സെറ്റ് ചെയ്ത് മൊത്തം ഇവിടുന്ന് കൊണ്ടുപോയി. ആരും ഇവിടെ ഇല്ല, നാട്ടിലിപ്പോ ആരും ഇല്ല. അവിടൊക്കെ ഇറങ്ങി. എന്താണ് ഏട്ടാ? അല്ലടാ, ഓണത്തിന് എന്തൊക്കെ പരിപാടി? എന്റെ വീട്ടില് കുറച്ച് ചങ്കുകൾ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് വീട്ടില് ഇന്ന് ഉണ്ടാക്കിയത് ഓണത്തിന്? വീട്ടില് ഈ പ്രാവശ്യം മന്തിയാണ്, അൽഫാം മന്തി, പിന്നെ ചിക്കന്റെ എന്തൊക്കെ കബാബ് അങ്ങനെ എന്തൊക്കെ ഉണ്ട്, പിന്നെ മട്ടന്റെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് എന്റെ വീട്ടിൽ ഓണത്തിന് സ്പെഷ്യല്? എന്റെ വീട്ടില് സദ്യയാണ്, അതിന്റെ കൂടെ കുറച്ച് ഫിഷ് ഐറ്റംസ്, പിന്നെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങള് ഒരു 3-4 വീട്ടിലൊക്കെ പോയി, നല്ല ഫുള്ളാണ് വയറ്. ഇനിയിപ്പോ നിങ്ങള് വിളിക്കുകയാണെങ്കില് പോയി നോക്കല്ലേ സാറേ? ഓണക്കായനെ കൊണ്ട് വിളിക്കുകയാണെങ്കിൽ ഓണക്കാവുമ്പോ നമ്മളെല്ലാരും കൂടി ഒക്കെ ചേർന്നിട്ടാണല്ലോ ഭക്ഷണമൊക്കെ കഴിക്കുക. പക്ഷെ ഭക്ഷണം വയറ് ഫുള്ളാണ്, നല്ല ഫുള്ളാ. വേണമെങ്കിലൊന്ന് ഞങ്ങള് വരാം, വേണമെങ്കിൽ വരാം. എടാ ഊര് പോയടാ. നമ്മളിതാരോടാ പറഞ്ഞേ? ഓണായിട്ടാണല്ലോ, ഞങ്ങളോട് ഒരു ബഹുമാനല്ലേ ടൈപ്പിനത്. അല്ല, നമ്മൾ പറയുന്നൊന്ന് കേക്കണ്ടോ? വിളിക്കുന്ന പോട്ടെ, പട്ടിണി കിടക്ക, എന്നാലും വേണ്ടി ഞാനാണ് ഓണായിട്ട്